ഓക്കെ. സോ നമ്മുടെ എക്സാം വൈ ഫാമിലിയുടെ മീറ്റിംഗിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മീറ്റിൽ ഒപ്പത്തിൽ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഒരു ഫുൾ ഫാമിലി തന്നെയാണ്. സോ നമുക്ക് അവരെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. സോ ആളാണ് നമ്മളുടെ സ്റ്റുഡന്റ് ആയിട്ടുള്ളത്. പേരെന്താണ്? എന്റെ പേര് മുഹമ്മദ് ആദിൽ ആണ്. അതിലാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 9ാം ക്ലാസ് ഫൗണ്ടേഷൻ ആണ് പഠിക്കുന്നത്. എക്സാം വൈ ഫാമിലിയിൽ ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്? ഞാൻ ഈ കഴിഞ്ഞ ജൂണിലാണ് ജോയിൻ ചെയ്തത്. 9ാം ക്ലാസ്സിൽ തന്നെയാണ് ജോയിൻ. എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്സസ് എല്ലാം? തുടക്കത്തിൽ ഇത്തിരി ടഫായിട്ട് തോന്നി, പിന്നെ എനിക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും, മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. ഓക്കെ ഓക്കെ. ഇപ്പം നിങ്ങളിപ്പോ ഒരുപാട് ഓൺലൈൻ ആയിട്ട് മാത്രമായിരിക്കും നിങ്ങളെ മെന്റേഴ്സിനെ കാണുന്നത്, ഫാക്കൽറ്റി ടീംസിനെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഒരു ചോയ്സ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു അവസരം കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ എന്താണ് തോന്നുന്നത്? എല്ലാരും ഇപ്പൊ മീറ്റ് ചെയ്തില്ലേ? എന്താ തോന്നുന്നത് മെന്റേഴ്സിനൊക്കെ നേരിട്ട് കാണുമ്പോ? നല്ലൊരു സർപ്രൈസിങ് ആയിട്ട്. സർപ്രൈസിങ് ആയിരുന്നു. നമ്മൾ സെക്ഷൻസ് ഒക്കെ ഇഷ്ടമായോ? സെക്ഷൻസ് ഒക്കെ ഇഷ്ടമായി. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ്? എനിക്ക് ബയോളജി. ഇപ്പൊ മനസ്സിലാവുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബയോളജി ആണ് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലെ? ഓക്കെ. സോ ഏറ്റവും ഇഷ്ടമുള്ള സാറാണ് നമ്മളെ എക്സാം വഴിയില്? അജ്മൽ സാറിന്റെ ഫാൻ കൂടെയാണ്. സോ യെസ്, ഇപ്പം ആളുടെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന അമ്മയും ഉപ്പച്ചിയും പപ്പച്ചിയും കൂടി ആയിരിക്കും അല്ലെ? സോ എങ്ങനെയുണ്ട് കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരുടെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ നമുക്ക് മെന്റേഴ്സ് എത്രത്തോളം ആരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്? ശരിക്കും പറഞ്ഞാല് ആദിലൊരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങളെക്കാളും കൂടുതൽ അവനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് മെന്ററാണ്. മെന്റർ അഞ്ജന മാം അല്ലെ? അഞ്ജന മാമാണ് അവനുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത്. കാരണം ഞാനും അഞ്ജന മാമും സംസാരിക്കും, പക്ഷെ അവന് കാണുന്നത് അവൻ ബോർഡിംഗ് സ്കൂളല്ലേ, അപ്പൊ അവൻ അവിടെ നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പം അവൻ ഈ ഖുർആൻ കംപ്ലീറ്റ് കഴിഞ്ഞു, ഹാഫിള് കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പമാണ് ഇതും കൂടെ പഠിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പറഞ്ഞു, സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞു, ഇത് ബുദ്ധിമുട്ടാവും കുട്ടിക്ക്, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവുന്നത്. അപ്പൊ എനിക്ക് അജ്മൽ സാറൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനമല്ലേ, അപ്പൊ അത് 1 മണിക്കൂറേ ഒരു ദിവസം ഉള്ളൂ. അപ്പൊ ഉറപ്പായിട്ട് അവർ ആ ബേസിക് കൊടുത്ത് റെഡിയാക്കി കൊണ്ടുവരും എന്ന് എനിക്ക് നല്ല വിശ്വാസമായി. ഫാദർ ഉൾപ്പെടെ എന്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കും, പറ്റുമോ അവനെ കൊണ്ട്? ഞാൻ പറയും പറ്റും, നമുക്ക് നോക്കാം. അത് ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ അവൻ ടോപ്പർ ലിസ്റ്റിൽ വന്നു. പിന്നെ ഉള്ള 1-2 കുറച്ച് നേരം അവന് ഹിഫ്ല് ഇതിന്റെ കുറച്ച് റിവിഷൻ കൂടുതൽ വേണ്ടി വന്ന യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവന് പോയി. അപ്പൊ വീണ്ടും കുറച്ചൊന്ന് പിറകിലോട്ട് വന്നപ്പോ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കണം, കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, ഞാൻ അവനെ വേണ്ടി ടച്ച് ചെയ്യാൻ പറ്റില്ല, കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാമും ശ്രദ്ധിക്കുന്ന വെച്ചാൽ മാം ശ്രദ്ധിച്ച് ഇപ്പൊ ലാസ്റ്റ് നടന്ന എക്സാമിനും ടോപ്പർ ലിസ്റ്റിൽ വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കും അറിയാം അവനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് ഇതിൽ നിൽക്കുകയാണെങ്കിൽ എക്സാം വഴി എത്ര നന്നായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നു. 1 hour ആണ് ഒരു ദിവസത്തെ ക്ലാസ് ആണ് പോലും ആദ്യമായിട്ട് അവൻ ഒരു ലെക്ചർ നോട്ട് എഴുതുന്നത് ഞാൻ കണ്ടത് എക്സാം വൈയുടെ ക്ലാസ് ആണ്. സോ വളരെ സന്തോഷമുണ്ട് നമ്മൾ എക്സാം വൈനെ കുറിച്ചും നമ്മളെ മെന്റേഴ്സിനെ കുറിച്ചൊക്കെ ഇത്രയും കേൾക്കാൻ പറ്റാന്നുള്ളത്. ട്രിവാൻഡ്രത്തുനിന്നാണ് വരുന്നത്. അതെ, നമ്മള് ട്രിവാൻഡ്രം ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നമ്മളെ മെന്റേഴ്സിനെയും ഫാക്കൽറ്റീസിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വരാന്ന് പറയുന്നത് അത്രയും ഒരു ഡെഡിക്കേഷൻ നമ്മൾ എക്സാം വൈ ഫാമിലിയോട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ആളുടെ സിബ്ലിങ്സ് ഇവിടെ ഉണ്ട് അല്ലെ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന മോൻ? 4ാം ക്ലാസ്സിലാണ് അല്ലെ? ഓക്കെ. നമ്മളെ ഫൗണ്ടേഷന്റെ പാർട്ടൊക്കെ ആവാൻ വേണ്ടി ആളും ഞങ്ങൾ വിളിച്ചു കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു 5th മുതലേ തുടങ്ങാൻ പറ്റും. അതെ അതെ, അതിന് വേണ്ടിയിട്ട് നമ്മളെ 5th സ്റ്റാൻഡേർഡ് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആൾക്ക്. വന്ന് ഉടനെ തന്നെ 5th എത്തിയ ഉടനെ തന്നെ എക്സാം വൈയുടെ പാർട്ട് ആവും. ചേട്ടനെ പോലെ തന്നെ എക്സാം വൈയുടെ പാർട്ട് ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. ഫാദറിന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എക്സാം വൈഡ് ഇപ്പം ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് എല്ലാം ട്രാവൽ ചെയ്ത് ഫാമിലി മൊത്തമായിട്ട് വരികയാണ്. നമ്മുടെ ഫാക്കൽറ്റീസിനെയും മെന്റേഴ്സിനെയും എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും മീറ്റ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഫാമിലി മീറ്റ്? ഒരു വണ്ടർഫുൾ ഇവന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയൊരു ഗ്യാതറിങ്, അതോടൊപ്പം ഇത്രയും വളരെ സൗഹൃദപരമായ ഒരു അറ്റ്മോസ്ഫിയർ, പിന്നെ ഓരോ സെഷൻസും വളരെ ലൈവ്ലി ആയിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫാമിലി എന്നുള്ളൊരു ബോണ്ടിങ്ങിലേക്ക് ആ ഒപ്പം എന്നുള്ള വാക്കിന് നിർത്താൻ XNY നന്നായി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ ഒരു നല്ലൊരു നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ ഇതിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അതില് അഞ്ജന മാമിന്റെ ആ ഡെഡിക്കേഷൻ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്നെ ആദ്യം വൈഫിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ ഉസ്താദിനെ വിളിക്കും. അങ്ങനെ ഒരു കൃത്യമായ ഒരു അവരുടെ ആ ഒരു പെർസീവറൻസ് ആണ് അതിലൊരു സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇതൊരു മെന്ററിന്റെ റോള് വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു.
സോ മെന്റേഴ്സിന് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും. ഇതൊരു വർക്കിംഗ് ആണ്. അപ്പൊ നമ്മൾക്ക് രണ്ടുപേർക്കും ടൈം ഭയങ്കര കുറവും എന്ത് കാര്യങ്ങൾ അതും വെച്ച് അന്വേഷിക്കാൻ പോലും പറ്റാതിരിക്കുന്ന സമയത്ത് ഇപ്പം ഒരു നീരസമില്ലാതെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമായിട്ടാണ്. ഓക്കെ, നമ്മളിപ്പോ പാരന്റ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയ ആപ്പ് എല്ലാം നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് നിങ്ങളെ ഹെൽപ്ഫുൾ ആയിരിക്കും. സ്റ്റുഡന്റിന്റെ എങ്ങനെയാണ് അവരുടെ സ്റ്റഡീസ് കാര്യങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മളുടെ തന്നെ ടെക് ടീം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട് നമ്മളുടെ ആപ്പിൽ. സോ റിയലി നൈസ് ടൈം. നിങ്ങൾക്ക് ഇത്രയും ടൈം നമ്മളെ ഇത്രയും ലോങ് ട്രാവൽ എല്ലാം ചെയ്ത് നമ്മളെ കൂടെ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം.